ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിലെ റെയിൽവേ എഞ്ചിനീയറിംഗിൽ ഒരു 3 ടോപ്പിക്കുകളായിരുന്നു ഡിസ്കഷന് വേണ്ടിയിട്ടിരുന്നത്. അതിൽ 2 ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അതായത് ഇൻ്റർലോക്കിംഗ് ഓഫ് സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർലോക്കിംഗ് 4 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻ്റർലോക്കിംഗ് ആണ്. ഓക്കെ, ഇൻ്റർലോക്കിങ്ങിന് നമ്മൾ 3 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. കീ സിസ്റ്റം, ഏറ്റവും പഴയതും സിംപ്ലസ്റ്റും ആയിട്ടുള്ള സിസ്റ്റമാണ് കീ സിസ്റ്റം. രണ്ടാമത്തത് ടാപ്പറ്റ്സ് ആൻഡ് ലോക്ക് സിസ്റ്റം. മൂന്നാമത്തത് റൂട്ട് റിലേ സിസ്റ്റം. ഇതിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളതാണ് റൂട്ട് റിലേ സിസ്റ്റം. ഓരോന്നും എന്താണെന്ന് നോക്കാം. കീ സിസ്റ്റം. കീ സിസ്റ്റമാണ് സിംപ്ലസ്റ്റ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ അതിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റ് സിസ്റ്റങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹ്യൂമൻ എറേഴ്സിനുള്ള ചെറിയ ചാൻസുകളും, അതിനുപരി ഒരുപാട് ലേബർ വർക്ക് ആവശ്യം വരുന്നൊരു സംഭവം കൂടിയാണ് കീ സിസ്റ്റം കമ്പയർ ടു ദ അതർ സിസ്റ്റംസ്. മറ്റ് സിസ്റ്റങ്ങൾക്ക് ആളുകളുടെ ലേബർ കുറവാണ്, നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് ഫോർ ദ ഓപ്പറേഷൻ കുറവാണ്. ബട്ട് കീ സിസ്റ്റത്തിൽ ഇത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സിംപ്ലസ്റ്റ് മെത്തേഡാണ്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ ദ സ്മാൾ സ്റ്റേഷൻസ്. പഴയ ചെറിയ സ്റ്റേഷനുകളിൽ മാത്രമേ ഈ കീ സിസ്റ്റം യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് 2 തരത്തിലുള്ള കീ സിസ്റ്റംസ് ഉണ്ട്. സിംഗിൾ കീ സിസ്റ്റം ഉണ്ട്, ഡബിൾ കീ സിസ്റ്റം ഉണ്ട്. സിംഗിൾ കീ സിസ്റ്റം ഉണ്ട്, ഡബിൾ കീ സിസ്റ്റം ഉണ്ട്. ആ പേര് പറയുന്ന പോലെ തന്നെ ഒന്നിൽ ഒരു ചാവിയും രണ്ടാമത്തിൽ രണ്ട് ചാവിയുള്ള സിസ്റ്റം ആയിരിക്കും. കീ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ലോക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂള്, അത്രയേ ഉള്ളൂ കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിംഗിൾ കീ സിസ്റ്റം എന്ന് വെച്ചാൽ 2 locks ആർ വർക്ക്ഡ് വിത്ത് എ സിംഗിൾ കീ. ഒരൊറ്റ കീ കൊണ്ട് തന്നെ 2 സിസ്റ്റം വർക്ക് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ഒരു കീ ഉണ്ടെങ്കിൽ മാത്രമേ പെർട്ടിക്കുലർ സംഭവം നടക്കത്തുള്ളൂ. ആ കീ ഇല്ലാതെ ആ ഓപ്പറേഷൻ നടക്കൂല. ഇപ്പോൾ ഇതൊരു മെയിൻ ലൈനും ഇത് ആ മെയിൻ ലൈനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ബ്രാഞ്ച് ലൈനാണെന്ന് വിചാരിക്കാം. ഇവിടെ ക്യൂ പി 2 ലോക്കുകളുണ്ട്. And we have got only one key. Only one key. So ഇവിടെ നിന്നാണ് ട്രെയിൻ വരുന്നത്. ട്രെയിൻ മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ പോയിന്റ് എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു, സിഗ്നൽ ഉണ്ട്. ഓക്കെ, ഇനി ട്രെയിൻ മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ പോയിന്റ് ഇങ്ങോട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ അങ്ങോട്ടുള്ള പാസ് ചെയ്യാനുള്ള സിഗ്നൽ ഓൺ ആവാൻ പാടുള്ളൂ. ഇങ്ങോട്ടുള്ള പോയിന്റ്സ് സെറ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് പോരാൻ സിഗ്നൽ ഓൺ ആവാൻ പാടുള്ളൂ. സോ അത് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ് ഇൻ്റർലോക്കിംഗ് ഓഫ് സിഗ്നൽസിൻ്റെ ഉദ്ദേശം. ഈ കേസിൽ സിംഗിൾ കീ സിസ്റ്റത്തിൽ നമ്മുടെ കയ്യിൽ ഒറ്റ കീ മാത്രമേ ഉള്ളൂ. ആ കീ ക്യൂ എന്ന ലോക്കിലിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടുള്ള പോയിന്റും സിഗ്നലും റെഡിയാവും. അതേസമയം പി എന്നുള്ള ലോക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. സോ ഇങ്ങോട്ടുള്ള പോയിന്റ് ക്ലോസ്ഡ് ആയിരിക്കും, ഇങ്ങോട്ടുള്ള സിഗ്നലുകളും ക്ലോസ്ഡ് ആയിരിക്കും. അതേസമയം ക്യൂവിൽ നിന്നും ആ കീ ഊരിയെടുത്ത് പിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് ഓഫായി കിടക്കും. അതായത് പോയിന്റ് പിയിലോട്ട് സെറ്റാവും, സിഗ്നൽ പിയിലോട്ട് സെറ്റാവും. സോ ഒറ്റ കീയേ ഉള്ളൂ, 2 ലോക്കുകളുണ്ട്. അപ്പോൾ ക്യൂ എന്നുള്ള ലോക്കിലാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ, എന്നിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് മെയിൻ ലൈനെയാണ്. സോ മെയിൻ ലൈനിലോട്ടുള്ള പോയിന്റ് ഓപ്പൺ ആവും, മെയിൻ ലൈനിലോട്ട് ഗ്രീൻ സിഗ്നൽ ഓക്കെ ആവും. ആ ക്യൂവിൽ നിന്നും ആ കീ ഊരിയെടുത്ത് പി എന്ന ലോക്കിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ക്യൂ ഇവിടെ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് സെറ്റ് ആവും. അതേസമയം ഇങ്ങോട്ടുള്ള ഗ്രീൻ ലൈറ്റ് ഓൺ ആവും, ഇങ്ങോട്ടുള്ള റെഡ് ലൈറ്റ് ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഒരു കീ മാത്രമേ ഉള്ളൂ, 2 ലോക്കുകളുണ്ട്. ഏത് ലോക്കിലാണോ കീ ഇടുന്നത് ആ ലോക്ക് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. അങ്ങോട്ടുള്ള പോയിന്റും അങ്ങോട്ടുള്ള സിഗ്നലും മാത്രമേ ഓൺ ആവുകയുള്ളൂ. അതാണ് സിംഗിൾ കീ സിസ്റ്റം. ഈസിയാണ് മനസ്സിലാക്കാൻ. രണ്ടാമത്തത് ഡബിൾ കീ സിസ്റ്റം. ഇതും എളുപ്പത്തിലുള്ള സംഭവം തന്നെയാണ്. അത് സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഒരു എക്സാമ്പിളിലൂടെയാണ് ഈ സെൻറ്റൻസ് പോകുന്നത്. എ സ്റ്റേഷൻ ഹാസ് എ മെയിൻ ലൈൻ ആൻഡ് എ ബ്രാഞ്ച് ലൈൻ. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു സ്റ്റേഷൻ്റെ മുന്നിലൂടെ ഒരു മെയിൻ ലൈനും പോകുന്നു, ഒരു ബ്രാഞ്ച് ലൈനും പോകുന്നു. മെയിൻ ലൈനിന് ഞാൻ ML എന്നും ബ്രാഞ്ച് ലൈനിന് ഞാൻ BL എന്നും റെപ്രസെൻ്റ് ചെയ്യാം. സോ ദ പോയിന്റ് ഹാസ് 2 keys. ഒരു പോയിന്റിൽ 2 കീകളുണ്ട്. ഇതാണ് നമ്മളിവിടെയുള്ള പോയിന്റ്. ആൻഡ് അവിടെ 2 കീ ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്. അപ്പോൾ 2 കീസ് ഉണ്ട്. ആൻഡ് KA can only be taken out when the point is set and locked for the main line. അപ്പോൾ 2 കീ ഉണ്ട്, 2 കീയും ഇൻസേർട്ടഡ് ആണ്. എപ്പോഴാണോ മെയിൻ ലൈനിലോട്ട് പോയിന്റ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് കീ A ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് കീ B can only be taken out when the point is set for branch line. എപ്പോഴാണോ പോയിന്റ് ബ്രാഞ്ച് ലൈനിലോട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് കീ B ഊരിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ കീ B ഊരിയെടുക്കണമെങ്കിൽ കീ A അവിടെ ലോക്കായിരിക്കണം. ഒരേ സമയം 2 കീയും നമുക്ക് പുറത്തെടുക്കാൻ പറ്റൂല. ഒരു കീ മാത്രമേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അവിടെ തന്നെയുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ A, B എന്നുള്ള 2 കീ ഉണ്ടെങ്കിൽ അതിൽ A എന്നുള്ള കീ മെയിൻ ലൈനിനെയും B എന്നുള്ള കീ ബ്രാഞ്ച് ലൈനിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ പോയിന്റ് മെയിൻ ലൈനിലോട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ കീ A ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ആ സെയിം ടൈം കീ B വിൽ ബി ലോക്ക്ഡ്. ഓക്കെ, ആ A കീ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് മെയിൻ ലൈനിലോട്ടുള്ള സിഗ്നൽ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ആ A എന്നുള്ള കീ ഊരിയെടുത്ത് സിഗ്നലിൽ ഓപ്പൺ ചെയ്താൽ കറക്റ്റ് മെയിൻ ലൈനിലോട്ടുള്ള സിഗ്നൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അവിടെ നമ്മൾ എന്ത് ഇൻഷ്യൂർ ചെയ്തു? പോയിന്റ് മെയിൻ ലൈനിലാണെന്നും കീ A കൊണ്ടുപോയി സിഗ്നൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെയിൻ ലൈനിലോട്ട് മാത്രമേ സിഗ്നൽ ഓപ്പൺ ആവുകയുള്ളൂ. ഈ 2 കാര്യം നമ്മൾ എൻഷ്യൂർ ചെയ്തു. നമ്മൾ ബ്രാഞ്ച് ലൈനിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് എപ്പോഴാണോ ബ്രാഞ്ച് ലൈനിലോട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അതിൽ നിന്നും കീ B ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കീ A ഊരിയെടുക്കാൻ പറ്റൂല. ഈ കീ B കൊണ്ടുപോയി നമ്മൾ സിഗ്നലിൽ സിസ്റ്റത്തിൽ ഇൻസേർട്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് ലൈനിലോട്ടുള്ള സിഗ്നൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. അതാണ് 2 കീ കൊണ്ടുള്ള പർപ്പസ്. സോ സിംഗിൾ കീ സിസ്റ്റം ഉണ്ട്, ഡബിൾ കീ സിസ്റ്റം ഉണ്ട്. ഈ ഡബിൾ കീ സിസ്റ്റത്തിൽ 2 കീ ഒരുമിച്ച് നമുക്ക് പുറത്തെടുക്കാൻ പറ്റൂല. ഏത് ഭാഗത്തോട്ടാണോ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് കീ മാത്രമേ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ആ കീ കൊണ്ടുപോയിട്ട് സിഗ്നലിൻ്റെ ലിവറിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അങ്ങോട്ടുള്ള ലൈനിലെ സിഗ്നൽ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ 2 കേസിലും നമുക്ക് സേഫായിട്ട് പോയിന്റ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സിഗ്നലുകൾ ഓൺ ആവുന്നുള്ളൂ എന്നും പോയിന്റ് എങ്ങോട്ടാണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടേക്കുള്ള സിഗ്നൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ എന്നും ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ കീ സിസ്റ്റം അവിടെ തീരുകയാണ്. 2 കീ സിസ്റ്റം പറഞ്ഞു. രണ്ടാമത്തെ സിസ്റ്റമാണ് ടാപ്പറ്റ്സ് ആൻഡ് ലോക്ക് സിസ്റ്റം. ടാപ്പറ്റ്സ് ആൻഡ് ലോക്ക് സിസ്റ്റം അതൊരു മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞത് മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ കീ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. സോ അവിടെ ഒരു ഹ്യൂമൻ എററിനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട്. പക്ഷേ മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു ലിവർ വലിക്കുന്ന സമയത്ത് ബാക്കി പല ലിവറുകളും ഓട്ടോമാറ്റിക്കലി ലോക്കാവും. അങ്ങനെ ഒരു ഡിസൈനാണ് നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കി വെക്കുന്നത്. അത് നമ്മൾ തന്നെ മാനുവലായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. ഞാൻ ഒരു പെർട്ടിക്കുലർ ലിവർ വലിക്കുന്ന സമയത്ത് മറ്റ് ലിവറുകൾ അതിൻ്റെ കൂടെ ജാമാവും. സോ ചില നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ലിവറുകൾ ഞാൻ ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മറ്റ് ലിവറുകൾ അതിൻ്റെ കൂടെ ലോക്കാവും. സോ പിന്നെ എനിക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിൻ ഇവിടുന്ന് ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു ട്രെയിനും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ സിഗ്നലിൻ്റെ ലിവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രീൻ സിഗ്നൽ കത്താനുള്ള ലിവർ ലോക്കാവും. സോ വേറൊരാൾ വന്നിട്ട് അതല്ലെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് ഇവിടുത്തെ ഗ്രീൻ സിഗ്നൽ നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രീൻ സിഗ്നലിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഇത് ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ സേഫായി.
പിന്നെ ഒരിക്കലും ഇത് നീക്കാൻ പറ്റൂല. ഇനി ഇത് നീക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം. അപ്പോൾ രണ്ട് ഗ്രീൻ സിഗ്നൽ ഒരുമിച്ച് ഓപ്പൺ ആവില്ല എന്ന് അവരുടെ ലിവർ തമ്മിൽ നമ്മൾക്ക് ലോക്ക് ചെയ്താൽ തന്നെ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകാം. ഇറ്റ് ഈസ് ദ മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് മെത്തേഡ്. അതൊരു മെക്കാനിക്കൽ ആയിട്ടുള്ള മെത്തേഡാണ്. രണ്ട് ലിവറുകൾ തമ്മിൽ പരസ്പരം മെക്കാനിക്കലി ഇൻ്റർലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കീ സിസ്റ്റത്തിൽ ഒരുപാട് മാൻ പവർ വേണമായിരുന്നു പല സ്റ്റേഷനുകളിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കേസിൽ മാൻ പവർ കമ്പാരിറ്റീവ്ലി കുറവാണ്, റിക്വയർഡ് ആയിട്ടുള്ള മാൻ പവർ. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ സേഫ്റ്റി. അപ്പോഴും കീ സിസ്റ്റത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സേഫ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ടാപ്പറ്റ്സ് ആൻഡ് ലോക്ക് സിസ്റ്റം. ഓക്കെ, ആൻഡ് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലൂടെയാണ് പോകുന്നത്. സോ സെൻറ്റൻസും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ ദിസ് സിസ്റ്റം ദ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലോക്കിംഗ് ഫ്രെയിം, പോയിന്റ് ഫിറ്റിംഗ്സ്, സിഗ്നൽ ഫിറ്റിംഗ്സ് ആൻഡ് കണക്റ്റിംഗ് ഡിവൈസസ്. 4 കാര്യങ്ങളാണ് ഈ ഇൻ്റർലോക്കിംഗ് സിസ്റ്റത്തിലുള്ളത്. ഒന്ന് ലോക്കിംഗ് ഫ്രെയിം, പോയിന്റ് ഫിറ്റിംഗ്സ്, സിഗ്നൽ ഫിറ്റിംഗ്സ് ആൻഡ് കണക്റ്റിംഗ് ഫിറ്റിംഗ്സ്. ഇതിൽ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പോയിന്റ് എന്താണ്? സ്വിച്ച് ചെയ്യാൻ സഹായിക്കുന്ന റെയിലിൻ്റെ ഒരു സിസ്റ്റമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിറ്റിംഗ്സിനെ പോയിന്റ് ഫിറ്റിംഗ്സ് എന്ന് പറയും. സിഗ്നൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ട്രെയിനിലോട്ട് ഇൻഡിക്കേഷൻ കൊടുക്കുന്ന ആ ഡിവൈസാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഫിറ്റിംഗ്സിനെയാണ് സിഗ്നൽ ഫിറ്റിംഗ്സ് എന്ന് പറയുക. കണക്റ്റിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കിംഗ് ഫ്രെയിമിനെയും പോയിന്റ് ഫിറ്റിംഗ്സിനെയും സിഗ്നൽ ഫിറ്റിംഗ്സിനെയും പരസ്പരം ബന്ധിക്കുന്ന ഡിവൈസുകളാണ് കണക്റ്റിംഗ് ഡിവൈസസ്. കണക്റ്റിംഗ് ഡിവൈസസ് കണക്ട്സ് ദ ലോക്കിംഗ് ഫ്രെയിം ടു ദ പോയിന്റ് ആൻഡ് സിഗ്നൽ ഫിറ്റിംഗ്സ്. അപ്പോൾ ടാപ്പറ്റ്സ് ആൻഡ് ലോക്ക് സിസ്റ്റത്തിൽ 4 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ലോക്കിംഗ് ഫ്രെയിം ഉണ്ട്, പോയിന്റ് ഫിറ്റിംഗ്സ് ഉണ്ട്, സിഗ്നൽ ഫിറ്റിംഗ്സ് ഉണ്ട്, ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണക്റ്റിംഗ് ഡിവൈസസ് ഉണ്ട്. പോയിന്റുകൾ മാത്രം സ്വയം ലിവർ ഉണ്ടായാൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ എന്തും വേണം? സിഗ്നലുകളുടെ ലിവറുകളും വേണം. അവർ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണക്റ്റിംഗ് ഡിവൈസസ് വേണം. ഓക്കെ, ലാസ്റ്റ് സെൻറ്റൻസ് ആണ് ഈ സ്ലൈഡിലെ. ഓൺ ഈച്ച് ലിവർ, നമ്മുടെ മുന്നിൽ ഒരുപാട് ലിവേഴ്സ് ഉണ്ട്. അവിടുത്തെ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ മുന്നിൽ ഒരുപാട് ലിവേഴ്സ് ഉണ്ട്. ലിവർ എ പോയിന്റ് സെറ്റ് ചെയ്യുന്നതാണ്. ലിവർ ബി പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് സെറ്റ് ചെയ്യുന്നതാണ്. ലിവർ സി ചിലപ്പോൾ അത് വേറൊരു പോയിന്റ് സെറ്റ് ചെയ്യുന്നതാണ്. ലിവർ ഡി അത് സിഗ്നൽ സെറ്റ് ചെയ്യുന്നതാവും. ലിവർ ഇ അങ്ങനെ അത് മറ്റ് സിഗ്നലിലാവും. അപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ മുന്നിൽ പല ലിവേഴ്സ് ഉണ്ടാവും. ഓരോ ലിവറുകളും ചില പോയിന്റുകളെ അഡ്ജസ്റ്റ് ചെയ്യാനും ഓരോ ലിവറുകൾ ചില സിഗ്നലുകളെ ഗ്രീനിൽ നിന്ന് റെഡിലോട്ടും ഓറഞ്ചിലോട്ടൊക്കെ മാറ്റാനുള്ളതായിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് പെർട്ടിക്കുലർ പോയിന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടുള്ള ഗ്രീൻ ലൈറ്റും കൂടെ ഓൺ ആക്കണം. അത് മാറിപ്പോകാൻ പാടില്ല. അത് മാറിപ്പോവാതിരിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി എന്താ? ഈ ലിവർ മൂവ് ചെയ്യുന്ന കൂടെ തന്നെ ആ ഗ്രീൻ ലൈറ്റ് കത്തുന്ന ലിവറും കൂടെ മൂവ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ട്രാക്കിൽ റെഡ് ലൈറ്റ് കത്തുന്ന ലിവർ മൂവ് ചെയ്യുന്നു. അതൊക്കെ പരസ്പരം ഇൻ്റർലോക്കഡ് ആണെങ്കിൽ നമ്മൾ ഒരു ലിവർ മൂവ് ചെയ്യുമ്പോൾ മറ്റ് ലിവർ അതിൻ്റെ കൂടെ തന്നെ ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഒരു തെറ്റ് വരാനുള്ള സാധ്യത ഇല്ലാതാവും. ആ സംഭവമാണ് ഈ ടാപ്പറ്റ് ആൻഡ് ലോക്ക് സിസ്റ്റത്തിൽ. അതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് മെത്തേഡ്. മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് മെത്തേഡ് പല പുസ്തകങ്ങളിലും ഈ പേരാണ് കാണുക, ടാപ്പറ്റ് ആൻഡ് ലോക്ക് സിസ്റ്റം എന്ന് കാണാറില്ല. സോ ഓൺ ഈച്ച് ലിവർ, നമ്മളെ മുന്നിലുള്ള ഓരോ ലിവറിലും എ പ്ലഞ്ചർ ഈസ് അറ്റാച്ച്ഡ്. ഒരു പ്ലഞ്ചർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ പ്ലഞ്ചർ ഹാസ് സ്യൂട്ടബിളി ഷേപ്ഡ് നോച്ചസ്. ആ പ്ലഞ്ചറിൻ്റെ മുകളിലെല്ലാം ചെറിയ നോച്ചുകളുണ്ട്. നോച്ചുകൾ എന്ന് പറഞ്ഞാൽ ഗ്രൂവ്, കുഴികൾ. ആൻഡ് ടു അക്കമഡേറ്റ് ലോക്കിംഗ് ടാപ്പറ്റ്സ്. ഈ കുഴികളിൽ ചില ടാപ്പറ്റുകൾ, ഒരു ക്ലിപ്പുകൾ പോലുള്ള സംവിധാനമാണ്, അത് വന്ന് ചാരി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ലിവർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിവറിൻ്റെ പുറത്ത് ഒരു പ്ലഞ്ചർ ഉണ്ട്. ഈ പ്ലഞ്ചറിൽ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ടാപ്പറ്റുകളുണ്ട്. സോ ഞാൻ ഈ ലിവർ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലഞ്ചർ ഇങ്ങോട്ട് ഇറങ്ങും. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ കുഴിയിൽ നിന്നും ഈ ടാപ്പറ്റ് തള്ളി താഴോട്ട് പോകും അല്ലേ? ഈ സാധനം ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കുഴിയിൽ നിൽക്കാതെ പറ്റാതാവും. അപ്പോൾ ടാപ്പറ്റ് താഴോട്ട് പോകും. ഈ ടാപ്പറ്റുകളെല്ലാം കൂടെ വേറൊരു ടൈ ബാറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടാപ്പറ്റ് സിസ്റ്റം അതിന് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്. സോ നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലിവർ ആണെങ്കിൽ ആ ലിവറിലോട്ട് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? പ്ലഞ്ചർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ പ്ലഞ്ചറിൽ ഗ്രൂവുകളുണ്ട്. ഈ ഗ്രൂവിലോട്ട് ഇറങ്ങി നിൽക്കുന്നത് എന്താണ്? ടാപ്പറ്റുകളാണ്. ഈ പേരുകൾ മറന്നു പോകാൻ പാടില്ല. ഇൻ ദ എൻറ്റയർ അറേഞ്ച്മെൻറ്റ്, ഈ മൊത്തം അറേഞ്ച്മെൻറ്റിൽ ഈ എൻറ്റയർ അറേഞ്ച്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ എ ലോക്കിംഗ് ട്രഫ്.
ഇതെല്ലാം കൂടെ ഒരു ലോക്കിംഗ് ട്രഫിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ എന്തുണ്ട്? ടാപ്പറ്റ്സ് ആർ പ്രൊവൈഡഡ്. ടാപ്പറ്റ്സ് ഈ ലോക്കിംഗ് ട്രഫിനകത്താണ് വെച്ചിട്ടുള്ളത്. വിച്ച് മൂവ് ഇൻ റൈറ്റ് ആംഗിൾസ് ടു ദ പ്ലഞ്ചർ. പ്ലഞ്ചറിന് റൈറ്റ് ആംഗിളിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലിവറാണ്. ലിവറിൽ നിന്ന് എന്തുണ്ട്? പ്ലഞ്ചർ മൂവ് ചെയ്യുന്നുണ്ട്. ഈ പ്ലഞ്ചറിൻ്റെ അവിടെ എന്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ്? ഗ്രൂവ് ഉണ്ട്. ഈ ഗ്രൂവിലോട്ട് ഇറങ്ങി നിൽക്കുന്നതായിട്ടാണ് എന്തുള്ളത്? ടാപ്പറ്റ്. ഇതൊരു സിംബോളിക് ഡയഗ്രാം ആണ്, ഇങ്ങനെ തന്നെ ഇപ്പോൾ കാണണമെന്നില്ല, ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. ഈ ഗ്രൂവിനകത്തോട്ട് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. വെൻ നമ്മൾ ഈ ലിവർ മൂവ് ചെയ്യുന്ന സമയത്ത് പ്ലഞ്ചർ മൂവ് ചെയ്യുന്നു. പ്ലഞ്ചർ മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രൂവിൽ നിൽക്കാൻ പറ്റാതാവുമ്പോൾ ഈ വെഡ്ജ് ആക്ഷൻ വഴി ഈ അറ്റത്തിലെ ചെരിവ് മൂലം ഈ ടാപ്പറ്റ് താഴോട്ട് മൂവ് ചെയ്യും. സോ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂവിൽ നിന്നും ഈ ടാപ്പറ്റ് പുറത്തോട്ട് ഇറങ്ങും. സോ when the liver is pulled, ലിവർ പുൾ ചെയ്യുന്ന സമയത്ത് the connected plunger also move. പ്ലഞ്ചറും അതിൻ്റെ കൂടെ മൂവ് ചെയ്യും. Due to the wedge action, the tappet accommodated in the notch of the plunger is pushed out at the right angle to the movement of plunger. പ്ലഞ്ചർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് റൈറ്റ് ആംഗിൾ ആയിട്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് ഈ ടാപ്പറ്റ് മൂവ് ചെയ്യും. സിൻസ് ദ ടാപ്പറ്റ്സ് ആർ കണക്റ്റഡ് ബൈ എ ടൈ ബാർ. ഈ ടാപ്പറ്റുകളെല്ലാം കൂടെ ഒരു ടൈ ബാറിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ലിവറും പ്ലഞ്ചറുണ്ട്, ഇവിടെ വേറെ ലിവറും പ്ലഞ്ചറുണ്ട്, വേറെ ലിവറും പ്ലഞ്ചറുണ്ട്. ഇവയെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഈ ടാപ്പറ്റ് ഒരു കോമൺ ടൈ ബാറിലോട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഈ ഒരു സാധനത്തിനെ താഴോട്ട് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈ ബാർ താഴോട്ട് വരും. അപ്പോൾ പലയിടത്തും ഈ ടാപ്പറ്റിൻ്റെ മൂവ്മെൻറ്റ് നോച്ചിൽ നിന്നും വിടാനോ നോച്ചിലോട്ട് കയറി പോകാനോ ഒരു സാധ്യതയുണ്ട്. സോ സിൻസ് ദ ടാപ്പറ്റ്സ് ആർ കണക്റ്റഡ് ബൈ എ ടൈ ബാർ, ടാപ്പറ്റുകളെല്ലാം കൂടെ ഒരു ടൈ ബാറിലോട്ട് കണക്ട് ചെയ്തതായതുകൊണ്ട് ദ മോഷൻ ഓഫ് വൺ ടാപ്പറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഓൾ ടാപ്പറ്റ്സ്. ഒരു ടാപ്പറ്റിൻ്റെ മൂവ്മെൻറ്റ് തന്നെ ബാക്കി എല്ലാ ടാപ്പറ്റിലോട്ടും കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഒരു ലിവർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടാപ്പറ്റിന് വരുന്ന ചേഞ്ച്, ആ ചേഞ്ച് ഇൻ പൊസിഷൻ എല്ലാ ടാപ്പറ്റുകൾക്കും സംഭവിക്കും. സോ ഡ്യൂ ടു ദിസ് മോഷൻ, ഈ ഒരു മോഷൻ കാരണം ദ അതർ ടാപ്പറ്റ്സ് ഗെറ്റ് എയ്തർ പുഷ്ഡ് ഇൻ ടു ഓർ പുഷ്ഡ് ഔട്ട് ഓഫ് റെസ്പെക്റ്റീവ് നോച്ചസ് ഓഫ് പ്ലഞ്ചർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസൈൻ ഓഫ് ഇൻ്റർലോക്ക്. നമ്മൾ ഏത് രീതിയിലാണോ സെറ്റ് ചെയ്തത് അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ മുന്നിലുള്ള ലിവറുണ്ട്, ലിവറിൽ ഒരു പ്ലഞ്ചറുണ്ട്, പ്ലഞ്ചറിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ടാപ്പറ്റ് ഉണ്ടായിരുന്നു. പ്ലഞ്ചർ മുന്നോട്ട് പോയപ്പോൾ ടാപ്പറ്റ് താഴോട്ട് തെറിച്ചു. ഈ തെറിച്ചതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള മറ്റ് ലിവറുമായി ബന്ധപ്പെട്ട ടാപ്പറ്റുകൾക്ക് ചെറിയ ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടായി. ആ മൂവ്മെൻറ്റ് കാരണം ഇപ്പോൾ ഇതിൽ ഈ പ്ലഞ്ചറിൽ ഇവിടെ ആയിരിക്കും ഗ്രൂവ്, ചിലപ്പോൾ മറ്റ് പ്ലഞ്ചറിൽ ഇവിടെ ആയിരിക്കും ഗ്രൂവ്. അപ്പോൾ അത് ടാപ്പറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലിവറിൻ്റെ ഗ്രൂവിലോട്ടായിരിക്കും ചിലപ്പം കയറി പോവുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ചില ടാപ്പറ്റുകൾ അതിൻ്റെ ലിവറിൻ്റെ പ്ലഞ്ചറിനകത്തോട്ട് കയറിപ്പോവും, അതായത് പുഷ്ഡ് ഇൻ ടു ഓർ പുഷ്ഡ് ഔട്ട് ഓഫ്. മറ്റ് ചില ടാപ്പറ്റുകൾ പ്ലഞ്ചറിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി വരും. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. കയറി പോകണോ ഇറങ്ങി വരണോ, ഏത് പൊസിഷനിൽ ടാപ്പറ്റ് വെക്കണം, ഏത് പൊസിഷനിൻ്റെ പ്ലഞ്ചറിൻ്റെ ഏത് പൊസിഷനിൽ ഗ്രൂവ് കൊടുക്കണം, അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. നമ്മളാണ് അത് ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്നത്. ഇത് സ്വയം സംഭവിക്കുന്നതല്ല. ഇങ്ങനൊരു സാധനം നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്. സോ ഇഫ് ദ ഫ്രീ ടാപ്പറ്റ് സ്ലിപ്പ് ഇൻസൈഡ് ദ നോച്ച്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാപ്പറ്റ് ഇത് കാരണം ഒരു ലിവറിൻ്റെ പ്ലഞ്ചറിൻ്റെ നോച്ചിനകത്തോട്ട് കയറിപ്പോയാൽ ഇറ്റ് ലോക്സ് ദ ലിവർ. അപ്പോൾ ആ ലിവർ ലോക്ക് ചെയ്യപ്പെടും. സോ ഇറ്റ് കനോട്ട് ബി ഓപ്പറേറ്റഡ്. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ സിഗ്നലിലോട്ട് ഗ്രീൻ ലിവർ ആക്ടിവേറ്റ് ചെയ്താൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിഗ്നലിലെ ഗ്രീൻ ലിവർ ലോക്കാവും. പിന്നെ ആ മറ്റേ സിഗ്നലിൻ്റെ ഗ്രീൻ സിഗ്നൽ നമുക്ക് ലിവർ വലിച്ചാൽ ഇടാൻ പറ്റില്ല. അത് ഈ ടാപ്പറ്റ് കാരണം ആ ടാപ്പറ്റിൻ്റെ ലോക്ക് ചെയ്ത് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതാക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ഒരേ സമയം രണ്ട് ട്രാക്കിലെ ഗ്രീൻ ലൈറ്റ് കത്തുന്ന സിസ്റ്റം ഇല്ലാണ്ടാവും. സോ ഇഫ് ദ ടാപ്പറ്റ് കംസ് ഔട്ട് ഓഫ് ദ നോച്ച്, ഇനി ചില കേസുകളിൽ നമ്മൾ ടാപ്പറ്റ് പുറത്തിറങ്ങിയ അതേപോലെ തന്നെ അപ്പുറത്തെ ലിവറിൻ്റെ ടാപ്പറ്റും പുറത്തോട്ട് ഇറങ്ങും പ്ലഞ്ചറിൽ നിന്നും. അങ്ങനത്തെ കേസിൽ ഇറ്റ് ഈസ് ഫ്രീ ടു ഓപ്പറേറ്റ്. ആ ലിവർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ടാപ്പറ്റ്സ് ആൻഡ് ലോക്ക് സിസ്റ്റം. സോ നമ്മളൊന്നുകൂടെ പറയുന്നു, ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. ലിവറുണ്ട്, ലിവറിലോട്ട് പ്ലഞ്ചർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഈ പ്ലഞ്ചറിൽ ഒരു ഗ്രൂവ് ഉണ്ട്. ഈ ഗ്രൂവിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ ടാപ്പറ്റുകളുണ്ട്. ടാപ്പറ്റുകളെല്ലാം കൂടി ഒരു കോമൺ ടൈ ബാറിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ ലിവർ പുൾ ചെയ്യുന്ന സമയത്ത് പ്ലഞ്ചർ മൂവ് ചെയ്യുന്നു. പ്ലഞ്ചറിൻ്റെ ഗ്രൂവിൽ നിന്നും ടാപ്പറ്റ് പുറത്തോട്ട് മൂവ് ചെയ്യും. ആ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? പ്ലഞ്ചറിൻ്റെ മോഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഗ്രൂവിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചാൽ മതി, തെന്നി പോകുമ്പോൾ അത് പുറത്തോട്ടാണ് പോവുക. ആ പുറത്തോട്ട് പോകുന്ന സമയത്ത് മറ്റ് പല ലിവറുകളുമായി ബന്ധപ്പെട്ടിട്ട ടാപ്പറ്റും ഈ ടാപ്പറ്റും ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ടാപ്പറ്റിൻ്റെ മൂവ്മെൻറ്റ് മറ്റ് പല ടാപ്പറ്റുകളുടെ അകത്ത് കയറി പോകാനും പുറത്തിറങ്ങി വരാനും കാരണമാകും. സോ ഈ അകത്ത് കയറി പോകുന്ന ലിവറുകൾ ലോക്ക് ചെയ്യപ്പെടുകയും ഏതൊക്കെ ലിവറിൽ നിന്നാണോ ടാപ്പറ്റ് പുറത്തിറങ്ങി വന്നത് അതൊക്കെ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. അതായത് ഫ്രീ ടു ബി ഓപ്പറേറ്റഡ്. സോ നമ്മൾ ഒരു ലിവർ നീക്കുമ്പോൾ മറ്റ് പല നിഷിദ്ധമായ ലിവറുകൾ ലോക്ക് ചെയ്യപ്പെടും, മറ്റ് ഫ്രീ ആയിട്ടുള്ള ലിവറുകൾ ഓപ്പൺ ചെയ്യപ്പെടും. അതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ അത്ര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് ഓർ ടാപ്പറ്റ്സ് ആൻഡ് ലോക്ക് സിസ്റ്റം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ആൻഡ് ഫൈനൽ സിസ്റ്റം ഈസ് റൂട്ട് റിലേ സിസ്റ്റം. റൂട്ട് റിലേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന, ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്, ബുക്കുകളിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ സിലബസ് പ്രകാരം അത്രയും ഡെപ്തിൽ പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ റൂട്ട് റിലേ സിസ്റ്റം കൂടെ പറഞ്ഞിട്ട് ഈ മെത്തേഡ് ഇവിടെ അവസാനിപ്പിക്കും. സോ ദ പോയിന്റ്സ് ആൻഡ് സിഗ്നൽസ് ആർ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് എന്താ മെച്ചം? ഒരുപാട് നൂതന സാങ്കേതിക വിദ്യ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ റിലേ സർക്യൂട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം. ഏറ്റവും ആധുനികമായിട്ടുള്ള നൂതനമായിട്ടുള്ള സിസ്റ്റമാണ് റൂട്ട് റിലേ സിസ്റ്റം. അപ്പോൾ ഈ റൂട്ട് റിലേ സിസ്റ്റം വെക്കുന്നത് കൊണ്ട് ഒരുപാട് എംപ്ലോയീസിന് അനാവശ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം, അത്രയും സാലറി കൊടുക്കുന്നത് ഒഴിവാക്കാം, മെയിൻ്റനൻസ് കോസ്റ്റ് അത്രയും നമുക്ക് കുറക്കാൻ പറ്റും. കാരണം ഒരു എറർ വരുന്ന ഒരു ചാൻസ് കുറവായിരിക്കും, ഡാമേജസ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഹ്യൂമൻ എറർ ഉണ്ടാവാനുള്ള ചാൻസും കുറവായിരിക്കും. സോ ദ എൻറ്റയർ ട്രാക്ക് സർക്യൂട്ട് ആൻഡ് സിഗ്നൽ ആസ്പെക്ട്സ് ആർ റിപ്പീറ്റഡ് ഓൺ എ പാനൽ ബൈ ഓപ്പറേറ്റിംഗ് സ്വിച്ചസ്. ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ മുന്നിൽ ഒരു പാനൽ ഉണ്ടാവും. ആ പാനലിൽ ടോട്ടൽ ട്രാക്കും അവയുടെ സിഗ്നൽസും അയാൾക്ക് വിസിബിൾ ആയിരിക്കും. അയാൾക്ക് ഈ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ഏതൊക്കെ പോയിന്റുകളാണ്, ഏതൊക്കെ സ്വിച്ചുകളാണ്, ഏതൊക്കെ സിഗ്നലുകളാണ് ഓണാക്കേണ്ടത്, ഓഫാക്കേണ്ടത്, അതെങ്ങനെ ചെയ്യണമെന്ന് ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ വെൻ ദ ട്രാക്ക് ഈസ് ഒക്യുപ്പൈഡ് ബൈ ട്രെയിൻ, അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രാക്കിനകത്തോട്ട് ഒരു ട്രെയിൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ വേറെ ട്രെയിൻ വന്ന് കയറാൻ പാടില്ല, കാരണം ഒരു ആക്സിഡൻറ്റിന് കാരണമാകും. സോ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് റെയിലിലോട്ട് ഒരു ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഉടനെ അവിടുത്തെ സിഗ്നലുകൾ റെഡായി മാറും. അതിനർത്ഥം എന്താ? അതിന് പുറകെ വരുന്ന ട്രെയിനിന് തൻ്റെ മുന്നോട്ട് പെട്ടെന്ന് പോകാൻ പാടില്ല, യു ഹാവ് ടു സ്റ്റോപ്പ് യുവർ ട്രെയിൻ എന്ന് ആ ലോക്കോ പൈലറ്റിന് നിർദ്ദേശം കിട്ടും. ആ ട്രെയിന് ഒരു സേഫ് ഡിസ്റ്റൻസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ട്രാക്കിലെ സിഗ്നലുകൾ ഗ്രീനായി മാറുള്ളൂ. സോ എപ്പോഴും ട്രെയിനുകൾ തമ്മിൽ ഒരു മിനിമം സേഫ് ഡിസ്റ്റൻസ് ഉറപ്പുവരുത്താൻ ഈ റൂട്ട് റിലേ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. അത് ഒരാളുടെ നിർദ്ദേശമില്ലാതെ തന്നെ റൂട്ട് റിലേ സിസ്റ്റം സ്വയം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. സോ സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റും. സോ വെൻ ദ ട്രെയിൻ ലീവ്സ് ദ സെക്ഷൻ ദ ലൈറ്റ് ഗോസ് ഓഫ്. ദെൻ വെൻ ദ ട്രാക്ക് ഈസ് ഒക്യുപ്പൈഡ് ബൈ എ ട്രെയിൻ ദ ലൈറ്റ്സ് ഓഫ് ദ പാനൽ ടേൺസ് റെഡ്. അപ്പോൾ ട്രാക്കിലോട്ട് ട്രെയിൻ കയറി കഴിഞ്ഞാൽ പാനലിൽ റെഡ് കളർ ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റഡ് ആവും. ആ ട്രെയിൻ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷൻ ഫ്രീ ആയി സേഫായി കഴിഞ്ഞാൽ അവിടുത്തെ സിഗ്നലുകൾ ഓട്ടോമാറ്റിക്കലി ഗ്രീൻ ആവും. സോ നെക്സ്റ്റ് വരുന്ന ട്രെയിൻ ആ സെക്ഷനിലോട്ട് സുഖമായിട്ട് സേഫായിട്ട് കയറാൻ പറ്റും. ദിസ് സിസ്റ്റം ഈസ് ഫുൾ പ്രൂഫ്. തെറ്റ് വരാൻ സാധ്യതയില്ലാത്തതാണ്. ആൻഡ് ഹെൻസ് ദ ഹ്യൂമൻ എറേഴ്സ് ക്യാൻ ബി എലിമിനേറ്റഡ്. ഹ്യൂമൻ എറേഴ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ നമ്മൾ 3 സിസ്റ്റങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് കീ സിസ്റ്റമാണ്. അതിൽ സിംഗിൾ കീ പറഞ്ഞു, ഡബിൾ കീ പറഞ്ഞു. ഒരേ കീ വെച്ചിട്ട് തന്നെ 2 ഭാഗം ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് സിംഗിൾ കീ. ഡബിൾ കീ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു കീ മാത്രമേ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ആ ഊരിയെടുക്കുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് സെറ്റ് ചെയ്താൽ മാത്രമേ ആ കീ ഊരിയെടുക്കാൻ കിട്ടുള്ളൂ. ആ കീ കൊണ്ടുപോയി കുത്തിയാൽ മാത്രമേ അങ്ങോട്ടുള്ള സിഗ്നൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് മെക്കാനിക്കൽ മെത്തേഡാണ്. ഈ മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് മെത്തേഡിൽ ലിവറുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അതിനൊരു അകത്ത് ഒരു പ്രത്യേക സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ്. ഒരു ലിവറുണ്ട്, ലിവറിൽ നിന്നും പ്ലഞ്ചറുണ്ട്, പ്ലഞ്ചറിൽ ഗ്രൂവ് ഉണ്ട്, ഗ്രൂവിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ടാപ്പറ്റുകളുണ്ട്. സോ നമ്മൾ ലിവർ മൂവ് ചെയ്യുമ്പം
പ്ലഞ്ചറിൻ്റെ ഗ്രൂവിൽ നിന്നും ടാപ്പറ്റുകൾ തെന്നി മാറും. ഈ തെന്നി മാറുന്ന ടാപ്പറ്റുകളെ എല്ലാം കൂടി ഒരു ടൈ റോഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടാപ്പറ്റിൻ്റെ മൂവ്മെൻറ്റ് മറ്റ് ടാപ്പറ്റിൻ്റെ മൂവ്മെൻറ്റുകൾക്ക് കാരണമാവും. സോ ഒരു ലിവർ നീക്കുമ്പം മറ്റ് പല ലിവറുകളും അതുവഴി ലോക്ക് ചെയ്യപ്പെടും. അതുവഴി മറ്റ് ലിവറുകളുടെ ഓപ്പറേഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ രണ്ട് ലിവറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുവഴി നമുക്ക് തടയാൻ പറ്റും. ആൻഡ് തേർഡ് വൺ ഈസ് റൂട്ട് റിലേ സിസ്റ്റം. അത് ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്, മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ന് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നത് റൂട്ട് റിലേ സിസ്റ്റവും അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങളുമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഓർത്ത് വെക്കേണ്ടത്. കൂടുതൽ പിന്നെ വിഷയങ്ങളുമായിട്ട് നമുക്ക് കാണാം.